നമ്മൾ ഇന്ത്യയിൽ നമ്മളാണ് ആദ്യമായിട്ട് ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് ഇറക്കിയിട്ടുള്ളത്. ഇതാണ് വരുന്നത്. നമുക്ക് 2 വർഷം കൊണ്ട് ഇതിൽ കായ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഇതിൽ നമുക്ക് 2 അടി പൊക്കമുള്ള തൈയാണിത്. ഇതിലിപ്പോൾ തന്നെ നമ്മൾ പൂവ് ഇട്ടിട്ടുണ്ട്. ആ പൂവാണ് ഇതിൽ കാണുന്നത്. ഇത് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് കോട്ട് ചെയ്തിട്ട് നമുക്ക് മിഠായി പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വിൽക്കാം. അതുപോലെ കേക്ക് ഉണ്ടായിട്ട് വിൽക്കാം. അതുപോലെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. അതുപോലെ ജ്യൂസിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഐസ്ക്രീം കമ്പനികൾ ഇത് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓയിലാക്കിയിട്ട് നമുക്ക് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലായിട്ട് പറ്റാം. ഓയിൽ കൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അതൊക്കെ ഇപ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കൃഷിക്കാരന് നമ്മൾ സപ്പോർട്ടുണ്ടാവും. നമസ്കാരം. എൻ്റെ പേര് ജോൺസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് അടുത്ത് നഴ്സറി നടത്തുന്നവരാണ്. അത് നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നുണ്ട്. അതായത് മക്കാഡാമിയ എന്നാണ് ആ ചെടിയുടെ പേര്. മക്കാഡാമിയ. ഇത് ഓസ്ട്രേലിയയാണ് ഇതിൻ്റെ ഉത്ഭവം. ഇത് നട്ട്സിൽ പെട്ടതാണ്. അതായത് നമ്മുടെ കശുവണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാം, അതുപോലെ നമുക്ക് ഈ മക്കാഡാമിയയുടെ നട്ട്സ് നമുക്ക് കഴിക്കാം. കാരണം ഇതിൽ ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ വൈറ്റമിൻസ് ഉണ്ട്. പോഷക ഗുണങ്ങൾ ധാരാളം ഉള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ നട്ട്സിന് മാർക്കറ്റിൽ നല്ല വിലയാണ്. നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഒരു 2 വർഷം ആയിട്ടുള്ളൂ. തൈകളാണ് നമ്മൾ ഹോൾസെയിലായിട്ടാണ് തൈ കൊടുക്കുന്നത് ഇവിടെ കൃഷിക്കാർക്ക്. റീറ്റെയിൽ കൊടുക്കും. ആവശ്യക്കാർ വരികയാണെങ്കിൽ നമുക്ക് കൊറിയറായിട്ടോ അങ്ങനെയായിട്ടൊക്കെ കൊടുക്കും. നമ്മൾ ഹോൾസെയിലാണ് മൊത്തം. കൃഷി രീതിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. ഹോൾസെയിലും അതുപോലെ കൃഷിയായിട്ടുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ. ഇത് കൃഷിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മെച്ചം, നല്ല ലാഭമുണ്ട്. ലാഭം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നട്ട്സ് ഉണ്ട്. ഈ നട്ട്സ് മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ ഈ നട്ട്സ് കൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് മാർക്കറ്റിൽ വിപണനം ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൻ്റെ നട്ട്സ്, മക്കാഡാമിയുടെ നട്ട്സ് നമുക്ക് കശുവണ്ടി പരിപ്പ് റോസ്റ്റ് ചെയ്യണ പോലെ ഇത് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വിൽക്കാം. അതുപോലെ നമുക്ക് പെപ്പർ, ചില്ലിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ ബേക്കറി ഐറ്റംസ്, കേക്കിലേക്കൊക്കെ ഇത് മിക്സ് ചെയ്യും. അതുപോലെ ജ്യൂസിലേക്ക് മിക്സ് ചെയ്യും. പിന്നെ ഐസ്ക്രീം കമ്പനികൾ ഇതെടുക്കും. അങ്ങനെ പിന്നെ ഇതിൻ്റെ നട്ട്സ് ഉണക്കിയിട്ട് നമുക്ക് എണ്ണയാട്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ പറ്റാം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഇതിൻ്റെ. അതെ. അതായത് റേറ്റ് ഉണ്ട്. നല്ല ഒറിജിനൽ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയിൽ നല്ല വെള്ളയിൽ ഇരിക്കുന്ന പരിപ്പാണെന്നുണ്ടെങ്കിൽ 5000 രൂപ വിലയുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഇത് മൊത്തം കൃഷി ആയി വരുന്നേ ഉള്ളൂ. ഒരു 3%, 4%ഒക്കെ ആയി വരുന്നേ ഉള്ളൂ പ്രൊഡക്ഷൻ. തൈ നമ്മൾ സീഡ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈ നട്ട് വരുമ്പോൾ 4 വർഷം 5 വർഷം കൊണ്ട് നമുക്ക് ആദായം എടുത്ത് തുടങ്ങാം. 5-ാം വർഷം മുതൽ നമുക്ക് ആദായം എടുത്ത് തുടങ്ങാം സീഡ്ലിങ്. പിന്നെ ഇതിൽ ഗ്രാഫ്റ്റിംഗ് വരുന്നുണ്ട്. ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് 2 വർഷം കൊണ്ട് ആദായം എടുക്കാം. അപ്പോൾ തൈക്ക് കോസ്റ്റ് കൂടുതലാണ് അതിൻ്റെ. അതായത് ഗ്രാഫ്റ്റിംഗ് വരുന്നത്. ഗ്രാഫ്റ്റിംഗ് നമുക്ക് ലൈഫ് 100 വർഷം 120 വർഷമൊക്കെ നിൽക്കും. ഇതാണ് നമ്മുടെ മക്കാഡാമിയയുടെ തൈ വരുന്നത്. ഇത് നമ്മുടേത് കെനിയയുടെയാണ്. നമ്മളിപ്പോൾ 3 രാജ്യത്തിൻ്റെ ഇവിടെ വിൽക്കുന്നുണ്ട്. അതായത് ഓസ്ട്രേലിയ, മെക്സിക്കോ, കെനിയ, ഈ 3 രാജ്യത്തിൻ്റെയാണ് നമ്മൾ തൈകൾ ഇവിടെ വിൽക്കുന്നത്. പക്ഷേ ഈ കെനിയയുടെയാണ് ഏറ്റവും വലിയ കായ് ഉണ്ടാവുക, ഏറ്റവും വലുത്. പിന്നെ ഓസ്ട്രേലിയയുടെയാണ് ഏറ്റവും ചെറിയ കായ് ഉണ്ടാവും, അത് വെയിറ്റ് കുറവായിരിക്കും. മെക്സിക്കോൻ്റെ
അതിന് സ്വല്പം കൂടി മിഡിലായിട്ടുള്ള കായാണ് ഉണ്ടാവുക. ടേസ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഈ പരിപ്പിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, വെയിറ്റ് തൂക്കത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇത്. ഓസ്ട്രേലിയയുടെ ചെറിയ വെയിറ്റ് കുറഞ്ഞ പരിപ്പാണ് ഉണ്ടാവുക അതിൽ. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി കൂടിയത് മെക്സിക്കോൻ്റെയാണ്, അതിനേക്കാളും കുറച്ചുകൂടി കൂടിയത് നമ്മുടെ കെനിയയുടെയാണ്. അങ്ങനെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്. നമ്മൾ കശുവണ്ടി പരിപ്പ് ചെറുതും വലുതും ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നില്ലേ, ആ കാറ്റഗറിയാണ് ഈ മക്കഡാമിയയിലും വരുന്നുണ്ട്. ആ കാറ്റഗറി ഇതിപ്പോൾ നമ്മുടെ 1 വർഷത്തെ തൈയാണത്. 1 വർഷത്തെ തൈയാണ്. നല്ല ഗ്രോത്ത് വന്നിട്ടുള്ള തൈ, അത് നന്നായി വേര് വന്നിട്ട് നല്ല ഗ്രോത്ത് ഉള്ളതാ. എത്ര ഹൈറ്റ് വരെ പോകുന്നത്? ഇത് നമുക്ക് 15-20 അടി ഹൈറ്റ് വരെയൊക്കെ വരും. പിന്നെ നമുക്ക് ട്രൂണിങ് ചെയ്തിട്ടൊക്കെ നമുക്ക് നിർത്തണമെങ്കിൽ നിർത്താം. ഇത് നമ്മുടെ ജാതി മരത്തിൻ്റെ അതിൻ്റെ ഒരു പകുതി ഹൈറ്റ് വരും ഏകദേശം. ഇത് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പച്ചയ്ക്ക് തിന്നാം. കാരണം ഈ പച്ചയ്ക്ക് കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ, അതായത് മേടിക്കാൻ ആൾക്കാരുണ്ട് പച്ചയ്ക്ക്. കാരണം തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചിട്ട് അങ്ങനെ തന്നെ ലൈവായിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് തോട്ടത്തിൽ നിന്ന് തന്നെ മേടിക്കാൻ കസ്റ്റമർ ഉണ്ട് നമ്മുടെ കയ്യിൽ. ധാരാളമുണ്ട്. ഇതിപ്പോൾ നമ്മൾ നുണ പറയുന്നൊന്നുമല്ല. ഇത് ആർക്ക് വേണമെങ്കിലും ഗൂഗിളിലോ ആമസോണിലോ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇല്ല, ഇത് കേരളം, തമിഴ്നാട്, കർണാടക, നമ്മുടെ 3 സ്റ്റേറ്റിലെ ക്ലൈമറ്റിനും ഇത് നന്നായി വളരും. തമിഴ്നാട്ടിലൊക്കെ ഇത് ഏക്കർ കണക്കിനാണ് ആൾക്കാർ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ നട്ട്സ്. അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ കായ വരിക. ഇതിൻ്റെ അകത്ത് വരുന്ന ഈ വൈറ്റ് കളറ് ബോൾ പോലെയുള്ളതാണ് ഇതിൻ്റെ പരിപ്പ്. ഇത് ഭയങ്കര ചിരട്ട, നല്ല സ്ട്രോങ് ആണിത്. ഇത് ഉണക്കിയിട്ടും തിന്നാം, പച്ചയ്ക്ക് പൊട്ടിച്ചിട്ട് പച്ചയ്ക്ക് തിന്നാം. പച്ചയ്ക്ക് തിന്നുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നല്ല അത് പ്രോട്ടീൻ ധാരാളം ഉണ്ട് ഇതിനകത്ത്. മറ്റുള്ള നട്ട്സിനെ അപേക്ഷിച്ച് ഇതിന് കോസ്റ്റ്ലിയാണ് അത്. പിന്നെ ഇതിൻ്റെ പരിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പരിപ്പ് മാത്രമേ വേണ്ടവർക്ക് പരിപ്പൊക്കെ ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾ ഹണിയിലിട്ടതുണ്ട്. ഹണിയിൽ ഇത് നമ്മൾ ഒരു 2 മാസമായിട്ടുണ്ടാവുള്ളൂ. അത് നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ 8500 രൂപ ഹണിയിലിട്ട. ഓൺലൈനിലൊക്കെ ഹണി മിക്സ് ചെയ്തിട്ടുള്ളതിന് 8500 രൂപയൊക്കെ വിലയുണ്ട്. പറഞ്ഞല്ലോ, നിങ്ങളിത് കൃഷി ചെയ്തിട്ടുണ്ടോ? നമ്മളിത് കൃഷി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഇത് സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ കൃഷി ചെയ്തത് മൂവാറ്റുപുഴയിലാണ്. നമ്മൾ കുറച്ച് തയ്യ വെച്ചിട്ടുള്ളൂ. 1 ഏക്കറിൽ നമ്മളത് കൃഷി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ ഡെമോ ആർക്ക് വേണമെങ്കിലും നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ധാരാളം കാണിച്ചു കൊടുക്കാം. അതിന് കാണിച്ചു കൊടുക്കാം. നമുക്ക് പോകണമെങ്കിൽ പോവാം. പോവാം. നമ്മളിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയിലാണ്. ഞാൻ നമ്മുടെ ഡെമോ പ്ലോട്ടിലാണ് ഉള്ളത്. അതായത് മക്കാഡാമിയയുടെ കൃഷി ചെയ്തിട്ടുള്ള ഡെമോ പ്ലോട്ടാണ് ഞങ്ങളുടെ. നമ്മളിവിടെ ഒരു 1 ഏക്കറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 1 ഏക്കറിൽ നമ്മൾ 400 തൈയാണ് ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 മാസം ആയിട്ടുള്ളൂ. വളർച്ച നമ്മളിപ്പോൾ ചെറിയൊരു തയ്യ കൊണ്ടുവന്നത് ഒരു 3/4 അടിയുടെ തൈയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലത് 2 അടിക്ക് മുകളിൽ പോയിട്ടുണ്ട്, ചിലത് 1.5 അടി വളർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥ, കേരളത്തിലെ കാലാവസ്ഥയിൽ ഇത് വളരും. അപ്പം അതിനെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ ജനങ്ങൾക്ക് അറിയണം ഇത് മക്കാഡാമിയ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. അപ്പം ഞങ്ങൾ അതിന് തെളിവാണ്. ഞങ്ങളിത് ഇവിടെ കാണിച്ചു കൊടുക്കാൻ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് നല്ല വെയിലുള്ള സ്ഥലമാണിത്. നമുക്ക് വെയിലുള്ള പ്രദേശത്ത്, അതായത് 45 ഡിഗ്രി താഴെ ചൂടുള്ള ഉഷ്ണമേഖലാ പ്രദേശത്തും പിന്നെ തണുവുള്ള പ്രദേശങ്ങളിലും നമുക്ക് കൃഷി ചെയ്യാം. നമ്മൾ 10 അടി അകലം അല്ലെങ്കിൽ 12 അടി അകലത്തിൽ കൃഷി ചെയ്യാം. അത് 8 അടി വെക്കണവരുണ്ട്, 10 അടിയിൽ വെക്കണവരുണ്ട്, 12 അടിയിൽ വെക്കണവരുണ്ട്. പിന്നെ സ്ഥല സൗകര്യം ഉള്ളവർക്ക് കൂടുതൽ ഇതിൽ വെക്കാം. ഈ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വെള്ളം നമ്മൾ നനച്ചു കൊടുക്കണം, വളമിട്ട് കൊടുക്കണം. വർഷത്തിൽ 2 തവണ നമ്മൾ വളമിട്ട് കൊടുക്കണം. ആ വളമിട്ട് കഴിഞ്ഞ് വെള്ളം നനയ്ക്കണം.
അപ്പോൾ വളം എന്ന് പറഞ്ഞത് നമ്മുടെ സാധാരണ നാട്ടിൽ കിട്ടുന്ന വളം തന്നെയാണ്. അതായത് ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി, ആട്ടിൻകാട്ടം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്. വളം ഇടുന്നുണ്ടെങ്കിൽ സ്ഥിരം നനയ്ക്കണം. സ്ഥിരം നനയ്ക്കണം. ആഴ്ചയിൽ 2 തവണയെങ്കിലും നന കൊടുക്കണം. നമ്മൾ വെക്കണത് ചെറിയ തൈയല്ലേ. ചെറിയ തൈ വെക്കുമ്പോൾ ആ വേര് പിടിച്ച് വരണവരെന്ന് വെള്ളം നനയ്ക്കണം. അതാണ് സിസ്റ്റം. നമ്മൾ ജാതിയുടെ അതേ സിസ്റ്റം തന്നെയാണ്. ഇപ്പോൾ അതായത് നമ്മൾ സാധാരണ നമ്മൾ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, റബ്ബർ തോട്ടത്തിൽ വെക്കാം. അതായത് റബ്ബർ വെട്ടി കളഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാം. അതുപോലെ പാടങ്ങളുണ്ട്, പാടത്ത് കൃഷി ചെയ്യാം. നമ്മുടെ ഏത് കളിമൺ പ്രദേശത്തായാലും ഇത് നമുക്ക് കൃഷി ചെയ്യാം. വെള്ളം കെട്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നാരായ വേരില്ല. അതായത് താഴോട്ട് വേര് പോവില്ല. ഇത് നേരെ പരന്നട്ട പോവുക, അതിൻ്റെ പേര് പരന്നട്ട പോവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെൽപ്പാടങ്ങളുണ്ട്. നെൽപ്പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തിൻ്റെ മുകൾ തട്ട് എന്ന് പറയും. അതിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. വെള്ളം നമുക്ക് ഒരാഴ്ച 2 ആഴ്ച വെള്ളം ഒരടിയിൽ പൊങ്ങി കിടക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഈ ചെടിക്ക്. ഇതിന് വെള്ളം എത്രത്തോളം കൊടുക്കണോ അത്രത്തോളം നല്ലതാണ്. പിന്നെ നമ്മുടെ കൃഷിക്കാർക്ക് എന്തെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വന്ന് ഞങ്ങളുടെ പ്ലോട്ട് കാണാം. നമ്മൾ കാണിച്ചു തരാം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു തരും. എല്ലാം ലൈവായിട്ട് നമ്മൾ പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. ഇവിടെ നമുക്ക് 1, 2, 10, 25 ഒക്കെ തൈ വേണ്ടവർക്ക് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. വീട്ടിൽ വെക്കാൻ ഇപ്പോൾ 2 തൈ 3 തൈയൊക്കെ വേണ്ടവർക്ക്, 1 തൈ വേണ്ടവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. മെയിനായിട്ട് കൃഷിയായിട്ട് ചെയ്താലാണ് ഇത് ലാഭകരം. ഇത് നമുക്ക് മിനിമം നമുക്കൊരു 1 ഏക്കർ, അതായത് 1 ഏക്കർ സ്ഥലത്ത് നമുക്ക് 400 തൈ വെക്കാം. 400 തൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 25 വർഷം ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് അതിന് കിട്ടും. കൃഷിക്കാർക്ക് ഇപ്പോൾ 1 ഏക്കർ ഇപ്പോൾ 400 തൈയൊക്കെ എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കമ്പനി ഫ്രീ ആയിട്ട് ഡെലിവറി ഉണ്ടാവും. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്, നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ബൾക്ക് എടുക്കുന്നവർക്ക് ഫ്രീ ഡെലിവറിയാണ്. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഫ്രീ ഡെലിവറിയാണ്. പിന്നെ 1, 2 പീസ്, കുറച്ച് പീസൊക്കെ വേണ്ടവർക്ക് നമുക്ക് അത് അതിൻ്റെ തരം നോക്കി കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. ഈ കവറിൽ വെച്ചതെന്ന് വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഗ്രാഫ്റ്റിംഗ് തൈ ഇറക്കിയിട്ടുള്ളത് നമ്മളാണ് ആദ്യമായിട്ട്. അപ്പോൾ അതിന് വില കൂടും. അത് നമുക്ക് അധികം സ്ഥലമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ, ഗ്രാഫ്റ്റിംഗ് അത് സിറ്റിയിലൊക്കെ, അത് ടെറസിൻ്റെ മുകളിൽ ബാരലിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗ്രാഫ്റ്റിംഗ് തൈ അവർക്ക് നല്ലതാണ്. നമ്മൾ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഏത് രീതിയിലായാലും, ഇനി സെയിൽ ചെയ്യാനായാലും എന്തെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടാക്കാനാണെങ്കിലും എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും അതുപോലെ വിൽപ്പനയും എല്ലാം നമ്മൾ തന്നെ ചെയ്തു തരും. ഞാനിതിൻ്റെ പരിപ്പൊക്കെ വിൽക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ അത്ര ഉറപ്പായിട്ടാണ് നമ്മൾ പറയണത്. ഇതിപ്പോൾ അടുത്ത 10 വർഷത്തേക്ക് നമ്മളത് 10 വർഷത്തേക്ക് നമ്മൾ ഇന്ത്യയിൽ 8% കൃഷി ആക്കാനാണ് നമ്മുടെ പരിപാടി. 8% ഇന്ത്യയിൽ കൃഷി ആയിട്ടില്ല, ആയി വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.